നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന് ഉറപ്പാണ്. ആ ഉറപ്പ് പറയുന്നത് നേട്ടങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്. 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിരവധി മേഖലകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അന്ന് പവർ കട്ട്, ലോഡ് ഷെഡിങ്, റോഡുകൾ കുണ്ടും കുഴിയായി കിടന്നത്, ആശുപത്രികൾ തകർന്നു കിടന്നത്, സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരുന്നത്, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് അവർ പോയത്, ദേശീയപാത നടപ്പാക്കാതെ പോയത്, കൂടംകുളം വൈദ്യുതി ലൈൻ വലിക്കുന്ന പദ്ധതി ഉപേക്ഷിച്ച് പോയത്, അങ്ങനെ നിരവധിയായ ദുരന്തങ്ങളുടെ ഒരു കാലത്ത് നിന്ന് ഇപ്പോഴത്തെ നേട്ടങ്ങളിലേക്ക് പരിശോധിക്കുമ്പം എത്രയോ വലിയ നേട്ടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ പദ്ധതികൾ തന്നെ എടുത്തു നോക്കാം. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു പോയി എന്ന് മാത്രമല്ല, അത് തുടങ്ങുമ്പോൾ അതിശക്തമായ സമരമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും തമാശയുള്ളത്, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത നീലാണ്ടൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകന്റെ വീട്ടിലും ഇപ്പോൾ ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ കണക്ഷൻ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ദേശീയപാത, ഞാൻ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഓരോ വീടിന് മുമ്പിലും ഈ വീടും സ്ഥലവും ഞങ്ങൾ ദേശീയപാതയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള നിരവധി ബോർഡുകൾ കാണാമായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ദേശീയപാത വികസന പദ്ധതി ഉപേക്ഷിച്ച് ആ ഓഫീസ് പൂട്ടിപ്പോയ സ്ഥലത്താണ് ഈ വർഷം കൊണ്ട് ഏകദേശം 500 കിലോമീറ്റർ ദേശീയപാത 6 ലൈനിൽ വികസിച്ചുകൊണ്ട് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അതിന് സമാനമായി പറയേണ്ടതാണ്, ഇപ്പം നമുക്ക് പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല. അതില്ലാതാക്കാൻ വേണ്ടി ഏറ്റവും സഹായകരമായതാണ് നമ്മളുടെ വൈദ്യുത ലൈൻ. അത് വലിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം പോയി ഗവൺമെന്റിന് അതിജീവിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ചർച്ചാ നാഴയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ദിവസം കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ ഒരു ഓട്ട മത്സരം, ഒരു ഓട്ടം നടക്കുകയാണ്. അത് മലയോര പാതയുടെ ഭാഗമായിട്ടുള്ള ഏകദേശം 28 കിലോമീറ്റർ ദൂരം. ഞാൻ അതിലൂടെ നിരവധി തവണ സഞ്ചരിച്ചിട്ടുണ്ട്. അതിമനോഹരമായ റോഡാണ്. ആ റോഡിൽ അതിൻ്റെ പ്രചരണാർത്ഥം റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഓട്ടം. അതായത് കേരളത്തിൽ ഇന്ന് മലയോര പാത 1200 കിലോമീറ്ററിൽ 490 കിലോമീറ്റർ പൂർത്തിയായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തീരദേശപാത, ആ തീരദേശപാത വരുന്നു. അപ്പോൾ നമുക്ക് ദേശീയപാത, മലയോരപാത, തീരദേശപാത, വലിയ റോഡ് വികസനമാണ് അത് സംബന്ധിച്ച് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ജലപാത നമ്മളുടെ ടൂറിസത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ചരക്ക് നീക്കം വലിയ തോതിൽ മാറ്റാൻ കഴിയുന്നതാണ്. ആ ജലപാത ഏകദേശം പൂർത്തിയാവുകയാണ്. ഇപ്പോൾ ഒരു തൃശ്ശൂർ വരെയുള്ള ഒരു ഭാഗത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിന് തന്നെ അത്ഭുതമായി ആണ് ജലമെട്രോ. ഏകദേശം 1 വർഷം പൂർത്തിയായപ്പോൾ തന്നെ 14 ലക്ഷത്തിലധികം ആളുകൾ ജലമെട്രോയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ റോഡുകൾ എടുത്താൽ, നമ്മുടെ റോഡുകളുടെ ഏകദേശം 60% റോഡുകളും ഇപ്പോൾ വടാട്ടുപാറയിലേക്ക് വരുന്ന റോഡുകൾ ഉൾപ്പെടെ BMBC നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ വികസനമാണ് വന്നിരിക്കുന്നത്. ഹോസ്പിറ്റലുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റമാണ്. പണ്ട് PSC ആയിരുന്നത് കുടുംബ ആരോഗ്യ കേന്ദ്രം എന്ന രീതിയിലേക്ക് ഓരോ പഞ്ചായത്തിലും മാറ്റി തീർത്തിക്കൊണ്ട് ഇന്ന് ഏതാണ്ട് 300-ൽ പരം ആശുപത്രികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ച ആശുപത്രികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളുടെ നിലവാരം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അഭൂതപൂർവമായിട്ടുള്ള മാറ്റമാണ് സ്കൂളുകളുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അന്ന് പല സ്കൂളുകളും പൂട്ടിപ്പോയിരുന്നത്, ഗവൺമെന്റ് സ്കൂളുകൾ കുട്ടികളില്ലാതെ അടച്ചുപോയിരുന്നത് എല്ലാം നമ്മുടെ മുൻപിലുള്ളപ്പോഴാണ് 55,000-ഓളം സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിയിരിക്കുന്നു. 800 സ്കൂളുകൾ, പുതിയ ബിൽഡിങ്ങുകൾ വന്നിരിക്കുന്നു. ഏകദേശം 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വന്നിരിക്കുന്നു. ഈ മാറ്റം വന്നത് ചെറിയ തോതിലല്ല. അവിടെ പാഠപുസ്തകങ്ങൾ ലഭിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും അവസാന പരീക്ഷയ്ക്കും എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അടുത്ത വർഷത്തേക്ക് 2026-27 പാഠപുസ്തകങ്ങൾ
വിതരണത്തിന് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്, കൃത്യമായി പാഠപുസ്തകങ്ങൾ എത്തിക്കുന്നു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് 2 ജോഡി യൂണിഫോം അത് തയ്ക്കാനുള്ള കാശ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടുള്ള വലിയ മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും എത്രയോ 2.5 കോടി ആളുകൾ നമ്മളുടെ ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിച്ചു 2025 എന്നത് വലിയൊരു മാറ്റമാണ്. അപ്പോൾ സ്കൂളുകളുടെ രംഗത്താണെങ്കിലും ആരോഗ്യ സ്ഥാപനങ്ങളുടെ രംഗത്താണെങ്കിലും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ പുതിയതായി സർക്കാർ കൊണ്ടുവന്ന നൈപുണ്യ വികസന, അതോടൊപ്പം തന്നെ വൈജ്ഞാനിക സാമ്പത്തിക വികസനത്തെ സംബന്ധിച്ചുള്ള പുതിയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സിസ്റ്റം ഉള്ളത് കേരളത്തിലാണ് എന്ന് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തായിരുന്നു കേരളം ഉണ്ടായിരുന്നത്, അതിപ്പോൾ 1ാം സ്ഥാനത്തായിരിക്കുന്നു. അത് 10-ലെങ്കിലും എത്തിക്കുക എന്നത് വലിയ അത്ഭുതമാണ് എന്ന് ഒരിക്കൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നത് നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതിശക്തമായി വളരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ന് ടൂറിസമാണ്. ഏകദേശം 2.5 കോടി ജനങ്ങൾ കേരളം കാണാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 400ഓളം ഹോട്ടലുകൾ ഉണ്ടായിരുന്ന, വലിയ ഹോട്ടലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1200ഓളം ഹോട്ടലുകൾ, 2.5 കോടി ടൂറിസ്റ്റുകൾ, ഏതാണ്ട് 45,000 മുതൽ 55,000 കോടി രൂപയുടെ വരുമാനം ടൂറിസം മേഖലയിൽ നിന്ന് വരുന്നു. ഈ രീതിയിൽ അടിസ്ഥാന മേഖലയിൽ വലിയ മാറ്റമാണ് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ അടിസ്ഥാന മേഖലയിലുള്ള മാറ്റത്തിന് അനുസൃതമായി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ കരുതലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ തന്നെ എടുത്ത് പരിശോധിക്കാം. 62 ലക്ഷം പേർക്കാണ് 2000 രൂപ പെൻഷൻ കിട്ടുന്നത്. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് ഏകദേശം 35 ലക്ഷം പേർക്കായിരുന്നു. അതിൽ തന്നെ 18 മാസം 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് കുടിശ്ശികയായിരുന്നു എന്നത് കാണുമ്പോഴാണ് 62 ലക്ഷം പേർക്ക് 2000 രൂപയായി വർദ്ധിപ്പിച്ച് പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീ സമൂഹത്തിന് ഒരു വലിയ അംഗീകാരം കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടും, 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള പെൻഷൻ പദ്ധതി 10 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വെച്ച് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിടെ കേരളത്തിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 62 ലക്ഷം പേർക്ക് 2000 രൂപ വെച്ച് മാസ പെൻഷൻ, 10 ലക്ഷം പേർക്ക് 1000 രൂപ വെച്ചുള്ള മാസ പെൻഷൻ, 72 ലക്ഷം പേർ പെൻഷന്റെ നെറ്റ്വർക്കിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്ന് അവരുടെ ജീവിത ഉപാധിയായിട്ടുള്ള തൊഴില്, അവർക്ക് താമസിക്കാനുള്ള വീട്, അവർക്ക് നല്ല ശുദ്ധജലം കിട്ടുക, അവർക്ക് വൈദ്യുതി ലഭ്യമാവുക, അതോടൊപ്പം തന്നെ ആശുപത്രി സൗകര്യം ലഭ്യമാവുക, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള സ്കൂളുകൾ ലഭ്യമാവുക. ഇതിലെടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് വീടുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രസക്തമാകുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം ഏകദേശം ജനറൽ വിഭാഗത്തിൽ തന്നെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം 5 ലക്ഷം പേർക്ക് ഈ 24-ാം തീയതി ആ 5 ലക്ഷം പേർക്ക് വീട് പൂർത്തിയായതിന്റെ പ്രഖ്യാപനം വരികയാണ്. 5 ലക്ഷം × 4 കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 20 ലക്ഷം പേർക്കാണ് വീട് അടച്ചുറപ്പുള്ള അതിമനോഹരമായ, ആരുടെയും പേരെഴുതി വെക്കേണ്ടാത്ത നല്ല വീടുകൾ ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മളുടെ നാട്ടില് ഇപ്പം പുനർഗേഹം പദ്ധതി വഴി കടൽ തീരത്ത് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി എത്ര മനോഹരമായിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വികസനത്തെ എടുത്ത് പറയുമ്പം ഓരോ പ്രദേശത്തെ ജനങ്ങളുടെ അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ് ചെല്ലാനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ. നമുക്കറിയാം, മഴക്കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കടൽ കയറുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ചെല്ലാനത്തെ ആളുകൾ ഓടുകയായിരുന്നു. അവർ കുട്ടികളെയും എടുത്തുകൊണ്ട്, പാത്രങ്ങളെയും എടുത്തുകൊണ്ട് ഓടുന്നത് നമുക്ക് കാണാൻ കഴിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ചെല്ലാനത്ത് 7.5 കിലോമീറ്റർ വരുന്ന ഭാഗം കടൽമുട്ട്, പുലിമുട്ടിട്ട് അതിമനോഹരമായി കടലിനെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, നല്ല ഒരു വാക്ക് വേ നടത്തിക്കൊണ്ട് അവിടെ ടൂറിസത്തിന് വലിയ പങ്കാളിത്തം കൂടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ ചെല്ലാനം കാണാൻ വേണ്ടി എത്തുകയാണ്. ചെല്ലാനത്തുള്ള ആളുകളുടെ വീടിന് മുകളിൽ അവർ ഹോം സ്റ്റേ സ്ഥാപിക്കുകയാണ്. ഇപ്പം അതിന്റെ ബാലൻസ് ഉള്ള 6.5 കിലോമീറ്റർ സ്ഥലം കൂടി 400 കോടി രൂപ മുടക്കിക്കൊണ്ട് കടൽ ഭിത്തി കെട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പം നമ്മുടെ നാട് വളരുകയാണ്.
ആ നാട് വളരുന്നത് ഏതെല്ലാം മേഖലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് സുരക്ഷിതമായി കിടക്കാനുള്ള വീടുകൾ, സുരക്ഷിതമായി കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാട്ടിൽ റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ. അപ്പൊ ഇതിനെല്ലാം അപവാദമില്ല എന്നുള്ളതല്ല, പക്ഷേ ഏറ്റവും മികച്ച രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പം മറുഭാഗത്ത് ഒരു ദുരന്തം കൂടിയുണ്ട്. എന്താണ് ആ ദുരന്തം? നമ്മൾ ഈ കേരളത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. എന്തൊക്കെയായിരുന്നു ആ ദുരന്തങ്ങൾ? 2018 വലിയൊരു പ്രളയത്തെയാണ് നമ്മൾ നേരിട്ടത്. സർക്കാരിന്റെ കണക്കനുസരിച്ചും നബാർഡിന്റെ കണക്കനുസരിച്ച് 35,000 കോടി രൂപയാണ് നഷ്ടമുണ്ടായതായി പറയുന്നത്. ആ ഓഗസ്റ്റ് മാസം 15, 16, 17 തീയതികളിലെല്ലാം പെയ്തിറങ്ങിയ മഴയിൽ 35,000 കോടി രൂപയുടെ നഷ്ടം ഈ കേരളത്തിലുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് കാര്യമായി സഹായിച്ചില്ല, വിദേശ രാജ്യങ്ങളുടെ സഹായം തേടാൻ അനുവദിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് 2020-21 കോവിഡ് വന്നത്. കോവിഡിന്റെ ദുരന്തം എന്താണെന്ന് അറിയാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. മാർച്ചാണ് ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് പണം ഒഴുകിയെത്തുന്നത്. ആ കോവിഡ് വന്ന ആ ഫെബ്രുവരിയിൽ, ആ മാർച്ചിലെ ഖജനാവിലേക്ക് എത്തിയത് വെറും 250 കോടി രൂപയാണ്. ആ മാസം സർക്കാർ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം 4,000 കോടി രൂപ കടമെടുക്കേണ്ടി വന്നു. അതായത് ഒരു മാർച്ചിൽ വലിയ തുക ഖജനാവിലേക്ക് എത്തേണ്ട സമയത്ത് വെറും 250 കോടി മാത്രം എത്തുക. അത്രയ്ക്ക് വലിയൊരു ദുരന്തം, എല്ലാം മരവിച്ചു പോകുന്ന, നിശബ്ദമാകുന്ന ഒരവസ്ഥ. അപ്പോഴാണ് സർക്കാർ ജനങ്ങൾക്ക് മരുന്നെത്തിച്ച്, ഭക്ഷണം എത്തിച്ച് അവരെ സഹായിക്കുന്ന ഒരു ഘട്ടം. അങ്ങനെ 2 വലിയ ദുരന്തങ്ങൾ. അതിനുശേഷം പ്രളയം, ചൂരൽമലയിൽ ഉൾപ്പെടെ കണ്ട പ്രളയം നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം അതിജീവിച്ചോടൊപ്പം തന്നെ കേന്ദ്രം കേന്ദ്രം തടഞ്ഞു വെച്ച ഫണ്ട്, ഇന്ന് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയോളം കേന്ദ്രം കേരളത്തിന് തരേണ്ടത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നാണ്. ഇപ്പം കൃഷിക്കാർക്ക് നെല്ലിന്റെ താങ്ങുവില, കൊപ്രയുടെ താങ്ങുവില, റബ്ബറിന്റെ താങ്ങുവില, അല്ലെങ്കിൽ പെൻഷൻ, അതിന്റെ വീതം, ഇതെല്ലാം തരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ GST നഷ്ടപരിഹാരത്തിൽ കിട്ടേണ്ടിയിരുന്ന തുക, റവന്യൂ കമ്മി പരിഹരിക്കുന്നതിന് വേണ്ടി കിട്ടേണ്ടിയിരുന്ന തുക, കടമെടുപ്പ് അതിന്റെ തുക എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ്. അങ്ങനെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല എന്ന് മാത്രമല്ല, കേരള ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആ നിയമം ഒപ്പിടാൻ പോലും ഗവർണർമാർ അനുവദിക്കാതിരിക്കുക. അപ്പം കേരളത്തെ ഒരു സൈഡിലൂടെ പ്രളയമായും കോവിഡായും ദുരന്തങ്ങളായും എല്ലാം വേട്ടയാടിയപ്പോൾ, മറുഭാഗത്തോടെ കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. റോഡുകൾ 60% BMPC ആയത്, മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അതുപോലെ തന്നെ ദേശീയപാത 6 വരി ലൈനും എല്ലാം വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലുള്ള ആശുപത്രികൾ നവീകരിക്കപ്പെട്ടിട്ടുള്ളത്, സ്കൂളുകൾ നവീകരിക്കപ്പെട്ടിട്ടുള്ളത്, പെൻഷനുകൾ കൃത്യമായി കൊടുത്തിട്ടുള്ളത്, പുതിയ പെൻഷൻ പദ്ധതികൾ വന്നിട്ടുള്ളത്, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയില്ലാതെ തീർത്തു കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ എല്ലാം വലിയ ഒരു നേട്ടമായി ഞാൻ കാണുന്നത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ മതത്തിന്റെ പേരിൽ ആരും തമ്മിലടിക്കുന്നില്ല. ഇവിടെ വർഗീയലകളെ ഈ കഴിഞ്ഞ 10 വർഷവും ഒരു വർഗീയലകളെയും ഉണ്ടായിട്ടില്ല. ഒരു വർഗീയലകളെയും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ സമാധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് 2.5 കോടി ടൂറിസ്റ്റുകൾ വന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞിടെ ജമ്മു കാശ്മീരിൽ ഒരു കലാപം, ചെറിയൊരു ഭീകരാക്രമണം ഉണ്ടായത്. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാസങ്ങളായി അവിടെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ കലാപങ്ങളില്ലാത്ത വളരെ നല്ല സമാധാനപൂർണമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഗവൺമെന്റ് സംജാതമാക്കിയിട്ടുണ്ട്. മത സൗഹാർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിനപ്പുറം വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ എന്ന അതിമനോഹരമായ ഒരു കാഴ്ചപ്പാടിലൂടെ അടിസ്ഥാന വിഭാഗങ്ങൾ മാത്രമല്ല മധ്യവർഗത്തെ കൂടി കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തി വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം IT മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ IT കയറ്റുമതിക്ക് കേരളത്തിന് കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ നാട്, ഞാൻ ഇത് പറഞ്ഞത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ വികസനമാണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒരു 3ാം പിണറായി ഗവൺമെന്റ് ഉറപ്പായും വരും. അതോടൊപ്പം തന്നെ നമ്മളുടെ നാട്, നമ്മുടെ കോതമംഗലത്തിന്റെ വികസനം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ വികസനമാണ് കോതമംഗലത്ത് വന്നിട്ടുള്ളത്. ഇപ്പം വടാട്ടുപാറക്കാരെ സംബന്ധിച്ചിടത്തോളം വടാട്ടുപാറയിലേക്ക് വരുന്ന ഈ റോഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ 3 സ്ട്രെച്ചുകളായി. ഇപ്പം പൂതത്താങ്കെട്ട് മുതൽ വടാട്ടുപാറ വരെയുള്ള ഒരു സ്ട്രെച്ച് 5 കോടി രൂപ മുടക്കിയിട്ടാണ് BMPC നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് പൂർത്തിയായി വരുന്ന കീരമ്പാറ മുതൽ പൂതത്താങ്കെട്ട് വരെയുള്ള റോഡിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. അതിമനോഹരമായാണ് ആ റോഡ് വരുന്നത്. അതിനു മുമ്പ് തന്നെ പൂർത്തിയായതാണ് കോതമംഗലം മുതൽ കീരമ്പാറ വരെയുള്ളതും പുന്നേക്കാട്, തട്ടേക്കാട്,
കുട്ടമ്പുഴ, പെരുമ്പംകുത്ത്, അതിലേക്ക് പുയ്യൻകുട്ടി വരെയുള്ള റോഡ് ഭാഗം. അപ്പം റോഡുകൾ നമുക്ക് അതിമനോഹരമായ രീതിയിലുള്ള മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ കോതമംഗലത്ത് റിംഗ് റോഡ്, അതിമനോഹരമായ റിംഗ് റോഡ് വരാൻ പോകുന്നു, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ തന്നെ വടാട്ടുപാറക്കാരുൾപ്പെടെ ആളുകൾ ആശ്രയിക്കുന്ന കോതമംഗലത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ 11 കോടി രൂപ കൊടുത്തിട്ടാണ് നവീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ അവിടെ ഡോക്ടർമാരുണ്ട്, അവിടെ ഓപ്പറേഷൻ തിയേറ്റർ അതിമനോഹരമായി നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വടാട്ടുപാറയിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം വലിയ തോതിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ മേഖലയിൽ ഏകദേശം കീരമ്പ പൂതത്താൻകെട്ട് മുതൽ മീരാൻ സിറ്റി വരെയുള്ള ഏരിയയിൽ 25 ലക്ഷം മുടക്കിയിട്ടാണ് MLA വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ലൈൻ, കാട്ടിലൂടെ കടന്നിരുന്ന ലൈൻ റോഡ് സൈഡിലേക്കാക്കി മാറ്റി അതിൽ ലൈറ്റുകൾ 128 സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ റോഡിലൂടെ നമുക്ക് അപകടമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വടാട്ടുപാറയെ എടുത്ത് പരിശോധിക്കുമ്പോഴത്തേന് ഈ റോഡ് മാത്രമല്ല, വടാട്ടുപാറയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു റോഡുള്ളത് ഗോതമ്പ് റോഡാണ്. അരീക്ക സിറ്റിയിൽ നിന്ന് പണ്ടാര സിറ്റി കൂടി പോകുന്ന റോഡാണ്. ആ ഗോതമ്പ് റോഡ് 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നവീകരിച്ചിട്ടുള്ളത്. അതുപോലെ വടാട്ടുപാറ ഒരു സ്കൂള്, ആ സ്കൂളിൽ 5 ലക്ഷം രൂപ മുടക്കി ആ സ്കൂളിന് സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടമലയാർ സ്കൂളിന് വേണ്ടിയിട്ട് വലിയ തുകയാണ് നീക്കി വച്ചിട്ടുള്ളത്. അതുപോലെ നമ്മളുടെ ആരോഗ്യ ഉപകേന്ദ്രം 25 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ആരോഗ്യ ഉപകേന്ദ്രം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ലേക്ക് റോഡ്, ആ റോഡിൽ 8 ലക്ഷം രൂപ മുടക്കിയിട്ട് അത് നവീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഈ വടാട്ടുപാറയെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കാരണം കുട്ടമ്പുഴ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം വടാട്ടുപാറ ഉൾപ്പെടെ ആളുകൾ ഉപയോഗിക്കുന്ന പാലിയേറ്റീവ് വാഹനം, കുട്ടമ്പുഴയുടെ ആംബുലൻസ്, ഇതെല്ലാം MLA കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും മനോഹരമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ വലിയ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഉപരി ഞാൻ ആന്റണി ജോൺ MLA സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അഭിമാനമായി തോന്നുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 22 കോടി രൂപയാണ് ആന്റണി ജോൺ MLA ഈ മണ്ഡലത്തിലെ ആളുകൾക്ക്, ഏതാണ്ട് 15,000-ഓളം വരുന്ന ആളുകൾക്ക് ചികിത്സാ സഹായമായി വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. അതൊരു വലിയ കരുതലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കിട്ടുന്നു എന്നുള്ളതാണ്, ആളുകൾക്ക് ലഭ്യമാകുന്നു, എവിടെയും ഏതാവശ്യത്തിനും അദ്ദേഹം ഓടിയെത്തുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടമ്പുഴ നിവാസികളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. ഒന്ന്, ഈ 10 വർഷക്കാലം ഈ ഗവൺമെന്റ് കേരളത്തിൽ നടത്തിയ വികസനം, ആ വികസനത്തിൽ ആദ്യത്തെ 5 വർഷവും 16 മുതൽ 21 വരെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സപ്പോർട്ട് നൽകിയ 91 MLA-മാരിൽ ഒരാൾ ആന്റണി ജോൺ ആയിരുന്നു. അപ്പൊ ഈ വികസനം, കേരളത്തിൽ ആകെ നടന്നിട്ടുള്ള വികസനത്തിന്റെ ക്രെഡിറ്റ് 91 അദ്ദേഹത്തിന് കൂടിയുള്ളതാണ്. അതോടൊപ്പം തന്നെ 2ാം ഘട്ടം നടന്നിട്ടുള്ള വികസനങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള വികസനങ്ങൾ, ആ വികസനങ്ങൾ മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് നൽകിയ 99 MLA-മാരിൽ ഒരാൾ ആന്റണി ജോൺ ആയിരുന്നു. അപ്പം അതിനും ആ വികസനങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പങ്കുണ്ട്, അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വലിയൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ്. ആ വളർച്ചയുടെ ഘട്ടത്തിൽ ടൂറിസം വല്ലാതെ വളരുകയാണ്. ആ ടൂറിസം വളരുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ റോഡുകളായും പാലങ്ങളായും തോടുകളായും ജലഗതാഗതമായും ജലമെട്രോയായും എല്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് അതിവേഗ റെയിൽവേ ആണ്. അത് തന്നെ പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ എതിർപ്പ് തടസ്സം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് തന്നെ പൂർത്തിയാകുമായിരുന്നു. അതോടൊപ്പം കോതമംഗലം കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റെയിൽവേ അത് ഇപ്പോൾ വരാൻ പോവുകയാണ്. നമ്മളുടെ ശബരിമലയിലേക്കുള്ള ശബരി പാത 1900 കോടി രൂപ കേരള ഗവൺമെന്റ് മുടക്കിക്കൊണ്ടാണ് ആ പാത വരുന്നത്. ആ പാത വരുമ്പം ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ കോതമംഗലം എല്ലാം ആ പാതയുടെ ഭാഗമാവുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൂർണ്ണമായി എന്നുള്ള അർത്ഥത്തിലല്ല, ഇനി നടക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ അടുത്തുൾപ്പെടെ ബഹുമാനപ്പെട്ട ആന്റണി ജോൺ MLA നടത്തിയിട്ടുണ്ട്. 5ാം വാർഡ്, ഇപ്പോഴത്തെ 1ാം വാർഡ്, ഒരാൾക്ക് പോലും പട്ടയമില്ലാത്ത സ്ഥലമാണ്. അവിടെ പട്ടയം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ തഹസിൽദാറെ തന്നെ വെച്ചുകൊണ്ട്, സ്പെഷ്യൽ തഹസിൽദാറുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ സർവേ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല അതിൽ തന്നെ ഒരു 365-ഓളം വരുന്ന ആളുകളുടെ ലാൻഡ് അസൈൻമെന്റ്, അവരുടെ പട്ടയം പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇനി അവിടെ വനം വകുപ്പ് മരങ്ങൾക്ക് വിലയിട്ട് ബാക്കി നടപടികൾ പൂർത്തിയാക്കിയാൽ മതി. പക്ഷെ ആ സമയത്താണ് 1895-ൽ അന്നത്തെ രാജാവ് ഈ പ്രദേശമെല്ലാം റിസർവ് വനമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അത് ഡീ റിസർവ് ചെയ്ത്
റവന്യൂവിന് വിട്ടുകൊടുത്തതായിട്ടുള്ള ഉത്തരവുകളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു ഉത്തരവ് കാണിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ പ്രക്രിയ പൂർത്തിയാക്കൂ എന്ന് വനം വകുപ്പ് പറഞ്ഞതുകൊണ്ട് പട്ടയ നടപടി തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ട്. എങ്കിലും ആന്റണി ജോൺ MLA അതിശക്തമായി അതിന്റെ പിറകിലുണ്ട്, മുഖ്യമന്ത്രി അതിന്റെ പിറകിലുണ്ട്, പട്ടയ നടപടികൾ വേഗത്തിൽ നടന്നു വരുന്നുണ്ട്. അത് പൂർത്തിയാവുകയാണെങ്കിൽ വടാട്ടുപാറയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇനിയും ഇവിടെ പരിഹരിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മനോഹരമായ എക്കോ ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ പറ്റുന്നത് ഇടമലയാറാണ്. കാരണം നമുക്ക് കുമിളിയുമായി മുല്ലപ്പെരിയാറുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മികച്ച ജലസ്രോതസ്സാണ് ഇടമലയാറിലുള്ളത്. ഇപ്പം മുല്ലപ്പെരിയാറിലാണെങ്കിൽ ഏകദേശം ഒരു 14-15 കിലോമീറ്റർ ദൂരത്തേക്കാണ് വെള്ളം കയറി കിടക്കുന്നത്. ഒരു 800 മീറ്റർ ഒക്കെയാണ് വീതിയുള്ളത്. മറിച്ച് ഇവിടെയാണെങ്കിൽ ഇടമലയാറിനെ സംബന്ധിച്ചിടത്തോളം 28 കിലോമീറ്റർ ദൂരേക്ക് വെള്ളം കയറി കിടക്കുന്നു. 4 കിലോമീറ്റർ വരെ വീതിയുള്ള സ്ഥലങ്ങളുണ്ട്. അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ഈ ഡാമിലെ വെള്ളത്തിലേക്ക് വന്ന് ചാടുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ ഒരടുത്ത പ്രദേശമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. ഇവിടെ ടൂറിസം, എക്കോ ടൂറിസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സാധ്യതയാണുള്ളത്. അതുകൊണ്ട് വടാട്ടുപാറ പാറ ആയിരക്കണക്കിന് ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയെല്ലാം ടൂറിസം വികസിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷം വീണ്ടും തിരിച്ചു വരുന്നത് ഗുണകരമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ഗവൺമെന്റിന് ഒപ്പം നിന്ന, നമുക്കറിയാം മറ്റെല്ലാ പദ്ധതികളും വന്നപ്പോൾ ആ പദ്ധതികളെല്ലാം പ്രതിപക്ഷം എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പം ഏറ്റവും അവസാനം ആനയ്ക്കാംപൊയി തുരങ്കപാത വന്നപ്പോൾ ഉൾപ്പെടെ അതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവര് ഗെയിൽ പദ്ധതിയെയും ദേശീയപാതയും തീരദേശ പാതയും എല്ലാവിധ പദ്ധതികളും എതിർക്കുകയായിരുന്നു. ആ എതിർപ്പിനെ മറികടക്കാൻ ഗവൺമെന്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു MLA ആണ് ആന്റണി ജോൺ. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആന്റണി ജോൺ MLAയും അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ വികസനങ്ങൾ നടപ്പാക്കുകയും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരെ കരുതലോടെ കാണുകയും അവർക്ക് പെൻഷൻ നൽകുകയും അവർക്ക് വീട് വെച്ചു കൊടുക്കുകയും അവരുടെ ആശുപത്രികൾ നവീകരിക്കുകയും അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ നവീകരിക്കുകയും എല്ലാം ചെയ്ത ആ ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് വലിയ പ്രതീക്ഷയാണ്. അതായത് സർക്കാർ ജീവനക്കാർ, ഇന്ന് കേരളത്തിലുള്ള 5 ലക്ഷം സർക്കാർ ജീവനക്കാരിൽ 3 ലക്ഷം പേരും ഈ ഗവൺമെന്റിന്റെ 10 വർഷത്തിനുള്ളിൽ സർക്കാർ ജോലിക്കാരായി വന്നവരാണ്. നമുക്കറിയാം കേന്ദ്രത്തിൽ BSNL-ൽ, അതുപോലെ തന്നെ പോലീസ് സർവീസിൽ, പട്ടാളത്തിൽ, എല്ലാ മേഖലയും, റെയിൽവേയിൽ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാതെ കിടക്കുന്നത്. പട്ടാളത്തിൽ പോലും ഇപ്പോൾ അഗ്നിവീർ എന്ന് പറഞ്ഞ് 4 വർഷം എടുത്തിട്ട് പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ആ സ്ഥാനത്താണ് ഏകദേശം 32,000-ഓളം പുതിയ തസ്തികകൾ കൂടി നൽകിക്കൊണ്ട് 3 ലക്ഷം പേരെ നിയമിച്ച ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. ചെറുപ്പക്കാർക്ക് കൂടി പ്രതീക്ഷയായ ഒരു ഗവൺമെന്റാണുള്ളത്. അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാർ തൊഴിൽ നേടുന്നതിനിടയിൽ അവർക്ക് ഉണ്ടാകുന്ന ചെലവ് വഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതി കൂടി, 1000 രൂപ മാസം കൊടുക്കുന്ന ഒരു പദ്ധതി കൂടി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിലെല്ലാം വലിയ തോതിൽ വികസനവും അതുപോലെ തന്നെ കരുതലുമുള്ള ഈ ഗവൺമെന്റ് വീണ്ടും തുടരും. അതിന് ഉള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നിൽക്കുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചില കനുകേലുമാരെല്ലാം കള്ള പ്രചരണവും കള്ള കണക്കുകളും അതുപോലെ തന്നെ വരുന്നുണ്ട്. ഇവിടുത്തെ മീഡിയ കൃത്യമായും, മീഡിയയ്ക്ക് രാഷ്ട്രീയമുണ്ട്. ആ മീഡിയ കൃത്യമായി സത്യസന്ധമായി ഈ വികസന പ്രവർത്തനം ജനങ്ങളെ അറിയിക്കുകയാണെങ്കിൽ 140-ൽ 125 സീറ്റും വാങ്ങിക്കൊണ്ട് LDF തിരിച്ചു വരും എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്.